സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി സെപ്റ്റംബർ മാസം 23 തന്നെ മുഖ്യമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് നൽകിയതാണ് തൃശൂർ പൂരം അലങ്കോലമാക്കൽ സംബന്ധിച്ച്. ADGPയുടെ റിപ്പോർട്ട് കൈമാറിയതിനോടൊപ്പം അദ്ദേഹം ഒരു പ്രത്യേക റിപ്പോർട്ട് ADGPക്ക് വീഴ്ച വന്നിരിക്കുന്നുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയതാണ്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളത് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ADGP വീഴ്ച വരുത്തിയെന്ന് DGPയുടെ റിപ്പോർട്ടുണ്ട്. ഈ ADGPക്കെതിരെ അന്വേഷണങ്ങൾ വേറെ നടക്കുന്നു. ഒരു ട്രാൻസ്ഫറിന് യാതൊരു തരത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടിന്റെയോ നടപടിക്രമങ്ങളുടെയോ ആവശ്യമില്ല എന്നിരിക്കെ ഇനിയും ഈ ADGPയെ സംരക്ഷിക്കും എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? എന്ത് വില കൊടുത്തും MR അജിത് കുമാറിനെ സംരക്ഷിക്കാനുള്ള ബാധ്യത എങ്ങനെയാണ് മുഖ്യമന്ത്രിയിൽ വന്നു ചേരുന്നത്? അഭിലാഷ്, ഇതില് ശ്രീ MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന് മാധ്യമങ്ങളും പ്രതിപക്ഷവും മുറവിളി കൂട്ടി തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഈ MR അജിത് കുമാറിനെതിരെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ സംസ്ഥാന സർക്കാർ പല ഘട്ടങ്ങളിലായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. സമഗ്രവും സുതാര്യവുമായിട്ടുള്ള അന്വേഷണമാണ് സർക്കാർ നടത്തുന്നത്. അതാണല്ലോ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടുള്ള ത്രിതല അന്വേഷണം. ത്രിതലത്തിലുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP നൽകിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് നിരാകരിച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറി വളരെ കൃത്യമായി സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ആ റിപ്പോർട്ട് അംഗീകരിക്കാതെയും മാത്രമല്ല അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിൻ്റെ ADGPയെ ചുമതലപ്പെടുത്തുന്നു. ഇതിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഏതെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? കാരണം പൂരം നമുക്കറിയാം, പൂരം നടത്തുമ്പോൾ അതുപോലെ തന്നെ പോലീസ്, ഫയർഫോഴ്സ് അടക്കമുള്ള ADGP ഇതിന് റിപ്പോർട്ട് നൽകാൻ 4.5 മാസം എടുത്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു അച്ചടക്ക നടപടിക്കാണല്ലോ റിപ്പോർട്ടിന്റെ പിൻബലം വേണ്ടത്. ചുമതല മാറ്റാൻ സർക്കാരിന് എന്താണ് തടസ്സം? അത് സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷനിൽ പെടുന്ന കാര്യമാണ്. വിവേചനാധികാരം ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യമാണ്. CPI മുതലുള്ള സകല പേരും ഈ ഉദ്യോഗസ്ഥനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് അലമുറയിട്ടിട്ടും മുഖ്യമന്ത്രി എന്താണ് കോട്ട കെട്ടി സംരക്ഷിക്കുന്നത്? അതാണ് നമ്മുടെ പ്രശ്നം. അഭിലാഷ്, ഒരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട സ്വാഭാവിക നീതിയുടെ ലംഘനം ഉണ്ടാവാൻ പാടില്ല എന്ന പ്രാഥമിക പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ശ്രീ TP സെൻകുമാറിൻ്റെയും അതുപോലെ ജേക്കബ് തോമസിൻ്റെയൊക്കെ മുൻ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കോടതി മുഖാന്തരം തിരികെ എത്തുന്നൊരു സാഹചര്യം സർക്കാരിനുണ്ടാവുന്ന മാനക്കേട് എത്ര വലുതായിരിക്കും? അപ്പോൾ അതൊക്കെ മറികടക്കുന്നതിനു വേണ്ടി വളരെ എങ്ങനെയാണ് ഒരു പദവിയിലേക്ക് മടങ്ങിയെത്താൻ കഴിയും? ഇപ്പോൾ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ശരിയാണ്, അതിന് നിയമപരമായ പിൻബലമുണ്ട്. അപ്പൊ ADGPയെ മറ്റൊരു ചുമതലയിലേക്ക് മാറ്റാൻ സർക്കാരിന് വിവേചനാധികാരമുണ്ടല്ലോ. അത് ഒരു ഭരണവ്യവസ്ഥയിൽ സർക്കാരിന്റെ ഡിസ്ക്രിപ്ഷനാണ്. അത് ചെയ്യാൻ എന്ത് നിയമ പിൻബലത്തിന്റെ അല്ലെങ്കിൽ എന്ത് റിപ്പോർട്ടിന്റെ ആവശ്യമാണുള്ളത്? അത് സർക്കാരിന്റെ വിവേചനാധികാരമാണ്. അങ്ങനല്ല, സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ചിലർ മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു ADGP വലിയ കുറ്റക്കാരനാണെന്നും അദ്ദേഹം വലിയ തോതിൽ പൂരം കലക്കുന്നതിൽ അടക്കം ഇടപെട്ടു എന്നും RSS നേതാക്കന്മാരെ കണ്ടു എന്നൊക്കെയുള്ള വലിയ വിവാദങ്ങളാണല്ലോ നമുക്ക് മുന്നിലുള്ളത്. സ്വാഭാവികമായും ആ വലിയ വിവാദങ്ങളിൽ ഒരു അന്വേഷണത്തിൽ എത്തിച്ചേരണം. ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പിൻബലത്തിൽ മാത്രമേ ഗവൺമെൻറ്റിനും ഉത്തരവിറക്കാൻ കഴിയൂ. ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്തുനിന്ന് മാറ്റി മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഉന്നത മേധാവിയും പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരാക്ഷേപവും സംസ്ഥാനത്ത് നാളിതുവരെ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ ഒരാക്ഷേപവും അദ്ദേഹത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ നിൽക്കുന്നതിൽ നിന്നതുകൊണ്ട് ഏതെങ്കിലും ഒരു ആക്ഷേപം നാളിതുവരെ ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ സംസ്ഥാനത്താകമാനം ക്രമസമാധാന നില തകരാറിലാവുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ മൂലമെന്ന് നമുക്കാർക്കും ആക്ഷേപമില്ലാത്തിടത്തോളം കാലം സംസ്ഥാന സർക്കാരിന് ബ്രീത്തിങ് ടൈം ഇക്കാര്യത്തിൽ നൽകണം. ആ ബ്രീത്തിങ് ടൈമാണ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ കഴിയും. സമയം വേണം, തർക്ക വിഷയമാണ്.